പ്രഭാതഭേരി. ഏത് ഭാഷയിലാണോ നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് അതിനെ നമുക്ക് തൽക്കാലം മാതൃഭാഷ എന്ന് വിളിക്കാം. നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും നിറം നൽകുന്ന, നമ്മെ നമ്മളാക്കി നിലനിർത്തുന്ന പെറ്റമ്മ തന്നെയാണ് മാതൃഭാഷ. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടിലധികം പിന്നിട്ടിരിക്കുന്നു. ഭാഷകൾ സുസ്ഥിര വികസനത്തിന് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം. 1952 ഇന്നത്തെ ബംഗ്ലാദേശിൽ മാതൃഭാഷയായ ബംഗ്ലായെ സംരക്ഷിക്കുന്നതിനായി ജീവൻ ത്യജിച്ച വിദ്യാർത്ഥികളുടെ സ്മരണ തുടിക്കുന്നതാണ് ഈ ദിനം. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന്റെ മാധുര്യത്തോടൊപ്പം ലോകത്തിലെ ഓരോ കുഞ്ഞു ഭാഷയ്ക്കും നിലനിൽക്കാനുള്ള അവകാശത്തെക്കുറിച്ചുകൂടി ലോക മാതൃഭാഷാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാഷയ്ക്ക് വേണ്ടിയുള്ള ആത്മത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഫെബ്രുവരി 21. സാഹിത്യകാരൻ നടുവട്ടം ഗോപാലകൃഷ്ണൻ. പക്ഷേ മലയാളത്തിന്റെ പേരിൽ ഇവിടെ ആത്മത്യാഗങ്ങളൊന്നും ആരും നടത്തിയിട്ടില്ല. മറിച്ച് തമിഴിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ തമിഴന് അവന്റെ ഭാഷ ഒരു വികാരമാണ്. മലയാളിക്ക് ആ വികാരം ബോധ്യപ്പെടുന്നത് അവൻ കുറച്ചുനാള് ഒരു പ്രവാസിയായി ജീവിക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ മലയാളത്തിന് വേണ്ടിയുള്ള ഏതു നീക്കങ്ങളെയും അപഹസിക്കുവാനും അതിനെ പുച്ഛിച്ചു തള്ളുവാനുമാണ് മലയാളികൾ ഏറെ പേരും ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് എന്നും എന്നെ വേദനപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നമ്മൾ സ്വാതന്ത്ര്യം നേടി, സംസ്ഥാനം നേടി 60-ൽ പരം വർഷം ചെന്നിട്ടും നമുക്ക് മലയാള ഭാഷയെ ഈ മലയാളക്കരയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക്, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മലയാളമോ ഇംഗ്ലീഷോ ഉപയോഗിക്കാം എന്ന ഒരു ഒഴുക്കൻ മട്ടിൽ ഉള്ള ഒരു നിയമമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിന് വേണ്ടി ഉള്ള പദ്ധതികളൊന്നും തന്നെ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് മലയാള ഭാഷയ്ക്ക് ക്ലാസിക് പദവി കിട്ടിയെങ്കിലും തമിഴ്നാടിനെ പോലെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആരംഭിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ അനൈക്യം തന്നെയാണ് കാരണം എന്ന് ഞാൻ പറയട്ടെ. ഐക്യ മലയാള പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി ഹരിദാസൻ. 2015 അന്നത്തെ സർക്കാർ ഒരു മലയാള ബില്ല് അവതരിപ്പിച്ച് നിയമസഭയിൽ പാസാക്കിയെടുത്തത് ഞങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെയോ സമരത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ടായിരുന്നു. പക്ഷെ ആ ബില്ല് പ്രസിഡന്റിന് അയച്ചു കൊടുക്കപ്പെടുകയും അത് അവിടെ നിന്ന് 10 വർഷം കഴിഞ്ഞിട്ട് അത് നിഷേധിച്ചുകൊണ്ട് തിരിച്ചു വരികയും ചെയ്തു. അത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സർക്കാരിനോട് ഇനി ഒരു പുതിയ ബില്ല് കുറ്റമറ്റ രീതിയിൽ, പ്രസിഡന്റിന് പോലും നിഷേധിക്കാനാവാത്ത രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണോ അവരുടെ ഭാഷ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം ഉണ്ടാക്കിയത് അതുപോലെ കൃത്യമായ ഒരു ബില്ല്, അത് ഈ സർക്കാർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അതിന്റെ നിയമത്തെ വളരെ സൂക്ഷ്മതയോടെ പാലിച്ച് ആണ് ഒക്ടോബർ 9 കേരള നിയമസഭ അത് പാസാക്കിയത്. ഒരു എതിർപ്പ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് പാസാക്കി അത് ഗവർണർക്ക് അയച്ചു കൊടുത്തു. അന്ന് തന്നെ അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിയമമായി കഴിയും. അതിനുവേണ്ടിയുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ 1,00,000 മലയാളികളെ ഒപ്പിടുന്ന ഒരു വലിയ ഭീമ ഹർജി നമ്മുടെ ഗവർണർക്ക് നൽകിക്കൊണ്ട് ലോക മാതൃഭാഷാ ദിനത്തിന്റെ അന്ന് നൽകുന്നത്. നിയമമായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ ഭാഷയ്ക്ക് ഒരു വകുപ്പുണ്ടാകും, ഒരു മന്ത്രിതല വകുപ്പായിരിക്കും അത്. ഭാഷയ്ക്ക് ഒരു ഡയറക്ടറേറ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഭാഷ ഇന്ന് നേരിടുന്ന, ഭരണപരമായി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഞങ്ങളിപ്പോ ഈ 1,00,000 ഒപ്പ് ഇടാനായിട്ട് നടക്കുമ്പോൾ അനുഭവിച്ചത് എന്താണെന്നറിയോ? കുട്ടികളോട് നിങ്ങളുടെ പേര് മലയാളത്തിലൊന്ന് എഴുതൂ എന്ന് പറയുമ്പോൾ അവർക്ക് തപ്പലാണ്, അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ പേര്, മേൽവിലാസം ഇതൊക്കെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ എഴുതാം, മലയാളത്തിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ് എന്ന ഒരു തലമുറ വരിക എന്ന് വെച്ചാൽ, വളർന്നു വരിക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് അഭിമാനത്തിലാണ് നമ്മൾ കേരളീയരെന്ന് പറയുന്നത്? മലയാളത്തെ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ കേരള സംസ്ഥാനത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവിയിൽ വിരാജിക്കുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഗോത്രഭാഷകളും നാട്ടുഭാഷകളും അപ്രത്യക്ഷമാകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇരുളർ എന്ന ഗോത്ര വിഭാഗത്തിന്റെ ഭാഷാ സമ്പർക്കമാണ് എന്റെ ഗവേഷണ മേഖല. പാലക്കാട് കോട്ടായി സ്കൂൾ മലയാളം അധ്യാപിക ഷിഫ്സി KS. കേരളത്തിലെ മിക്കവാറും ഗോത്രഭാഷകളെല്ലാം തന്നെ ഒരു മൾട്ടിലിംഗ്വൽ ഏരിയ അഥവാ ബഹുഭാഷാ മേഖലയാണെന്ന് നിങ്ങൾക്കറിയാം. വ്യത്യസ്ത ഭാഷകൾ നിത്യജീവിതത്തിന്റെ ഭാഗമായി തന്നെ ഉപയോഗപ്പെടുത്തുന്നവരാണ് അവർ.
അത് അവരുടെ ഒരു ഭാഷാ അതിജീവനത്തിൻ്റെ ഭാഗം കൂടിയാണ്. ആ ഭാഷാശേഷികളിലേക്കാണ് നമ്മളുടെ നോട്ടം എത്തേണ്ടത്. അല്ലാണ്ട് ഒരു കേവലമായ പദം മാറ്റിവെച്ചതുകൊണ്ട്, എന്നുവെച്ചാൽ ഉന്നതിയാക്കിയത് കൊണ്ട് ആ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2 തരത്തിലുള്ള നോട്ടങ്ങളാണ് മാറേണ്ടത്. ഗോത്രഭാഷ സംസാരിക്കുന്ന മനുഷ്യർ, മറ്റു ഭാഷ സംസാരിക്കുന്ന മനുഷ്യരിലേക്കുള്ള നോട്ടം. 2 ഗോത്രഭാഷയ്ക്ക് വെളിയിൽ നിൽക്കുന്ന മനുഷ്യർ ഗോത്രഭാഷയിലേക്ക് നോക്കുന്ന നോട്ടങ്ങൾ. ഇത് രണ്ടും മാറണമെങ്കിൽ ആ വാക്ക് മാറ്റിവെച്ചതുകൊണ്ട് മാറില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ചിന്തിക്കേണ്ടതുണ്ട്, അത് വേറൊരു വിഷയമാണ്. ഗോത്രമേഖലയുടെ മറ്റ് ഘടകങ്ങൾ എങ്ങനെയാണോ ആ മേഖലയുടെ ഫലങ്ങളായിരിക്കും ഈ ഭാഷാ മേഖലയിലും സംഭവിക്കുക. ഗോത്രഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കടന്നുവരവ് തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തും. എങ്കിലും അവിടുത്തെ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ആ നാടിനോടും ആ ഭാഷയോടും പ്രതിബദ്ധതയുള്ള ഒരു വലിയ സമൂഹം രൂപപ്പെടേണ്ടതുണ്ട്. അതിനിയും രൂപപ്പെട്ടിട്ടില്ല. മലയാളം നമുക്കൊരു ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, നമ്മുടെ സംസ്കാരവും അറിവും ചരിത്രവും പേറുന്ന ജീവവാഹിനിയാണ്. ഈ ഭാഷയുടെ സവിശേഷത ഭാഷ ഒരു രാഷ്ട്രീയ അനുഭവം കൂടിയാണ് എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ. ഇതിഹാസങ്ങളും പുരാണങ്ങളും രചിക്കപ്പെട്ട അതിസമ്പന്നമായ സാഹിത്യ പൈതൃകമുള്ള ഭാഷകൾ മുതൽ ലിപി പോലും ഇല്ലാത്ത 10ൽ താഴെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ വരെ വൈവിധ്യപൂർണമായ ഭാഷയുടെ ശ്രേണികൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഭാഷ ഒരു രാഷ്ട്രീയ അനുഭവമാകുന്നത് ആ ഭാഷ സംസാരിക്കുകയും ഭാഷ ഉപയോഗിക്കുകയും ഭാഷയിൽ സ്വപ്നം കാണുകയും ഭാഷയിൽ ജീവിത വ്യവഹാരങ്ങൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ സംസ്കാരത്തിന്റെയും ഭൂതകാലത്തിന്റെയും അവരുടെ ജീവിതത്തിന്റെയും ഒരു അനുഭൂതിയാണ് ഭാഷ സംവഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഭാഷയെ നശിപ്പിച്ചുകൊണ്ട് ആ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുടെ സാംസ്കാരികമായ സ്വത്വത്തെ നശിപ്പിക്കാൻ കഴിയും എന്ന് ഭാഷാപരമായിട്ടുള്ള മേധാശക്തി ഉപയോഗിക്കുന്ന ആളുകൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഇന്ത്യയുടെ സവിശേഷത ഇന്ത്യയിൽ ധാരാളം വ്യത്യസ്തങ്ങളായ ഭാഷയുണ്ട് എന്നുള്ളതാണ്. ആ ഭാഷയിൽ ചിന്തിക്കാനും വിനിമയം നടത്താനും എഴുതാനും സാഹിത്യ പ്രവർത്തനം നടത്താനുമുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷ മോശമാണെന്ന് കരുതുന്നത് ഒരർത്ഥത്തിൽ ഭാഷാപരമായ ജനാധിപത്യ ബോധത്തിന്റെയും സാമൂഹിക നീതിയുടെയും ഒരു ഇല്ലായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടിലെ ചില സ്കൂളുകളിൽ മലയാളം സംസാരിച്ചതിന് കുട്ടികൾക്ക് പിഴയൊടുക്കേണ്ടി വരുന്നു. മറുവശത്ത് പ്രവാസികൾ തങ്ങളുടെ കുട്ടികൾ മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട് എന്നതിൽ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ മാതൃഭാഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിരോധാഭാസമാണ് ഇത്. നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾ പോലും നമ്മുടെ മാതൃഭാഷയായ മലയാളം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മലപ്പുറം നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക രശ്മി VR. അതിന് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും സംസാര ഭാഷയായിട്ട് സ്കൂളുകളിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. അത് കാരണം കുട്ടികൾ മലയാളം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പം മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് ഇന്നത്തെ തലമുറ മുന്നോട്ട് പോകുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആശയവിനിമയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അത് വരും തലമുറയ്ക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ മാതൃഭാഷയുടെ പ്രാധാന്യം അല്ലെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നും എത്ര മറ്റ് ഭാഷയിൽ നമ്മൾ സംസാരിച്ചാലും ശരിയാണ് നമ്മുടെ ആശയവിനിമയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് എത്താൻ വളരെയധികം പ്രയാസമാണ്. ആധുനിക സാങ്കേതികവിദ്യ മലയാളം എന്ന ഭാഷയ്ക്ക് മുന്നിൽ സാധ്യതകളും വെല്ലുവിളികളും ഒരുപോലെ തുറന്നിടുന്നു. ഈ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുന്ന സമയത്ത് എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് വേറെ ഭാഷയിലുണ്ടോ ഇംഗ്ലീഷിലുണ്ടോ എന്നുള്ളത്. അപ്പൊ പുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ മലയാളം ചിലപ്പോൾ അത് ഒരുപാട് വായിക്കാൻ അല്ലെങ്കിൽ സ്പീഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ സമയത്ത് അത് അവൈലബിൾ അല്ലായിരുന്നു. ആ സമയത്ത് ഇത് മലയാളത്തിൽ തന്നെ ആ കുട്ടികൾ വാങ്ങി ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് വായിക്കാനായിട്ട് ട്രൈ ചെയ്തു. ഇത് ഭാഷ എന്ന് പറയുന്നത് ഒരു പുസ്തകം എഴുതുന്നതാവട്ടെ അല്ലെങ്കിൽ പാട്ട് എഴുതുന്നതാവട്ടെ ലളിതമായ ഭാഷയിൽ മറ്റൊരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാകുകയും അവരത് ഏറ്റെടുക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ പുസ്തകങ്ങളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എഴുത്തുകളിലൂടെ ആണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഭാഷ ഏറ്റവും അധികം നവീകരിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയ വഴി ഭാഷ നവീകരിക്കപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാധ്യമപ്രവർത്തകൻ അനന്തു രാമചന്ദ്രൻ. പലതരത്തിലുള്ള ഭാഷാ വ്യത്യാസങ്ങൾ, ഇപ്പോൾ കാസർഗോഡ് സംസാരിക്കുന്ന ഭാഷയ്ക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എഴുത്തുകളിൽ നിന്ന് എത്രത്തോളം പ്രകടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ബഷീറിന്റെ ഒക്കെ പല കൃതികളിലും ഇത്തരത്തിലുള്ള ഭാഷാ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നാട്ടുഭാഷയുടെ ആ ചേരുവകളൊക്കെ ഉണ്ടായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറം നമുക്ക് എല്ലായിടത്തെയും ഭാഷകളെ അതേ ഒരു തന്മയത്തോടെ പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ എഴുത്ത് കൃതികളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്ന പരിമിതി വരുമ്പോഴാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വലുതായിട്ട് വരുന്നത്.
എഴുത്തുകൾക്കപ്പുറം ആ എഴുത്തിലൂടെ ആ എഴുത്തുകാരൻ സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു ആശയം അത് റിഫ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പ്രതിഫലിക്കുന്നു എന്ന് പറയാൻ വലിയൊരു മീഡിയയായി സോഷ്യൽ മീഡിയകൾ മാറുന്നു, പ്ലാറ്റ്ഫോമുകൾ മാറുന്നു. പല ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നു, പല ചർച്ചകൾ അതിന്റെ ലക്ഷ്യഫലം കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഭാഷയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ഒപ്പം ആ ഭാഷയിലൂടെ പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നു. ഇതിനൊക്കെ സാമൂഹ്യ മാധ്യമ പ്രബലം വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. 2000-ന് ശേഷമുള്ള കുട്ടികളുടെ ഒരു മെച്യൂരിറ്റി, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ, അവരുടെ ആശയ വ്യക്തത ഒക്കെ നമുക്ക് പലപ്പോഴും അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കിയ ഒരു വലിയ മാറ്റം ഭാഷയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആ ഭാഷയുടെ പ്രതിഫലനത്തിന് സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമായി മാറുന്നുണ്ട് എന്നതാണ് എന്റെ ഒരു ധാരണ. നിരന്തരം നവീകരിക്കപ്പെടുക എന്നത് മനുഷ്യനെ പോലെ ഭാഷയെ സംബന്ധിച്ചും പ്രധാനമാണ്. ലോകത്ത് ഇന്ന് ഉപയോഗത്തിലുള്ള 7000-ഓളം ഭാഷകളിൽ വംശനാശത്തിന്റെ വക്കിലാണെന്ന് യുനെസ്കോ മുന്നറിയിപ്പ് നൽകുന്നു. സ്കൂളുകളിലും വീടുകളിലും മലയാളം സംസാരിക്കുന്നതിലൂടെ, നമ്മുടെ കുട്ടികൾ മലയാളം ഉറക്കെ വായിക്കുന്നതിലൂടെ, കഥകളും പാട്ടുകളുമൊക്കെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവും ചരിത്രവും ഭാവിയുമായ മലയാളം സംരക്ഷിക്കപ്പെടട്ടെ.